Good morning. Today going to talk about policy development for compliance. Environment and ecology എന്നുള്ള സബ്ജക്റ്റിലെ 3rd യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. Policy and development for compliance. Adherence to local, national and international water quality standards is non-negotiable. നമ്മൾ വാട്ടർ ക്വാളിറ്റി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കലായിട്ടും നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടുള്ള വാട്ടർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഡെവലപ്പിംഗ് ക്ലിയർ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ പ്രൊട്ടക്റ്റിംഗ് വാട്ടർ ക്വാളിറ്റി എനേബിൾസ് കമ്മ്യൂണിറ്റി ടു മീറ്റ് എസ്റ്റാബ്ലിഷ്ഡ് സ്റ്റാൻഡേർഡ്സ്. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മുടെ അവിടെ. വാട്ടർ സേഫ്റ്റി പ്ലാൻ അസസിങ് കമ്പനി സപ്ലൈ ഫ്രം സോഴ്സ് ടു ടാപ്പ്. നമ്മൾ എവിടെ നിന്നാണോ വെള്ളം വരുന്നത് അവിടുന്ന് മുതൽ ടാപ്പിലെത്തുന്ന വരെയുള്ളതിൻ്റെ അതിൻ്റെ ഓരോന്നിൻ്റെയും സേഫ്റ്റി നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. ഇൻസിഡൻറ്റ് റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് മിറ്റിഗേറ്റ് ദ ഇമ്പാക്ട് ഓഫ് പൊല്യൂഷൻ ആൻഡ് പ്രോംപ്റ്റ് റിസ്റ്റോറേഷൻ ഓർ നോർമൽ ഓപ്പറേഷൻ. എന്തെങ്കിലും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് റിയാക്ഷൻ എടുക്കാൻ, അതായത് സോഴ്സിൽ നിന്ന് ടാപ്പ് വരെയുള്ള, അതായത് എവിടെ നിന്നാണോ നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത് അതുമുതൽ നമ്മുടെ ടാപ്പിലേക്ക് എത്തുന്ന വരെയുള്ളതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ ഇതുപോലെയുള്ള പൊല്യൂഷൻസ് ഉണ്ടാവും. പ്രോംപ്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് റിസ്റ്റോറേഷൻ, അത് നോർമൽ ഓപ്പറേഷൻസിൽ വരുത്താനായിട്ട്, അതായത് അത് കംപ്ലൈൻറ്റ് തീർക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എക്സ്ചേഞ്ച് റെക്കോർഡ് കീപ്പിംഗ് ടെസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റ് റിസൾട്ട് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിംഗ് ടു ഇൻസിഡൻറ്റ്സ് റെലവൻറ്റ് അതോറിറ്റീസ്. ഇനി നമ്മൾ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലുമാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഇത്ര ഫ്രീക്വൻറ്റ് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വാട്ടർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ റെക്കോർഡുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഓരോ സമയത്തും ടെസ്റ്റ് ചെയ്യണം. അതിന് എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അസുഖം പിടിപ്പെടുക, ഇൻഡസ്ട്രിയിലുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റിപ്പോർട്ടുകൾ എപ്പോഴും അനലൈസ് ചെയ്യും. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്ര ഇടവേളകളിൽ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ആ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതിൻ്റെ റിസൾട്ട് നമ്മളവിടെ കാണിക്കും. Strict enforcement and environmental law. Authorities must enforce regulations under Water Prevention and Control Act 1974. അതിൽ കൃത്യമായിട്ടുള്ള റൂൾസ് പറയുന്നുണ്ട്. 1974 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിൽ പറയുന്നുണ്ട്. നോൺ കോംപ്ലൈയിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി പീനലൈസ്ഡ്, എൻഷുർ സീരിയസ് ഇൻ പൊല്യൂഷൻ കൺട്രോൾ എഫേർട്ട്. അതിലെന്തെങ്കിലും പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ ഉണ്ടാവാനായിട്ടുള്ള, പണിഷ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. യൂസ് ഓഫ് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് നോൺ ടോക്സിക് മെറ്റീരിയൽ. വേറെവർ possible shift to biodegradable chemicals to cleaning agent in hospitals and industries. നമുക്ക് എവിടെയൊക്കെ സാധ്യമാകുന്ന അവിടെയൊക്കെ നമ്മൾ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യണം. റിഡ്യൂസിങ് കെമിക്കൽ യൂസേജ് ഡയറക്ട്ലി ലോവർ റിസ്ക് ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ. അതായത് നമുക്ക് കെമിക്കൽ ഉപയോഗിക്കുന്നതിന് ഡയറക്ട്ലി ലോവേഴ്സ് ഓഫ് റിസ്ക് ഓഫ് വാട്ടർ കണ്ടാമിനേഷൻ, വാട്ടർ കെമിക്കൽ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരിക്കണം. അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. കണ്ടക്ടിങ് ട്രെയിനിങ് ഫോർ സ്റ്റാഫ്, വർക്കേഴ്സ് ആൻഡ് പബ്ലിക് അബൌട്ട് ദ ഹാംഫുൾ എഫക്റ്റ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷൻ്റെ എഫക്റ്റിൻ്റെ ട്രെയിനിങ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണ് അത് പൊല്യൂട്ടഡ് ആവുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസ് കൂടുമ്പോഴാണ് വാട്ടർ പൊല്യൂട്ടഡ് ആവണമെന്നുള്ള ഇൻഫർമേഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യണം. എൻകറേജ് റെസ്പോൺസിബിൾ ബിഹേവിയർ ലൈക്ക് നോട്ട് ഡംപിങ് വേസ്റ്റ് ഇൻ ടു ഡ്രെയിൻസ് ഓർ റിവേഴ്സ്. ഒരിക്കലും നമ്മൾ ഡംപ് ചെയ്യാനായിട്ട് അനുവദിക്കാനായിട്ട് പാടില്ല, വേസ്റ്റുകൾ ഡംപ് ചെയ്യാനായിട്ട് അനുവദിക്കാനായിട്ട് പാടില്ല. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ റീചാർജ്. എൻകറേജിങ് മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഹെൽപ്പ് റിഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓഫ് പൊള്യൂട്ടഡ് വാട്ടർ. നമ്മൾ കൂടുതലും റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതായത് പൊല്യൂട്ടഡ് ആയിട്ട് വാട്ടർ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓൾസോ പ്രിവെൻറ്റ് റൺ ഓഫ് വാട്ടർ ഫ്രം ക്യാരിങ് പൊല്യൂട്ടഡ് ഇൻ ടു ലേക്ക് ആൻഡ് റിവേഴ്സ്. നമ്മൾ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ വെള്ളത്തിലേക്ക് പോവാതിരിക്കാനുള്ള മെഷേഴ്സുകൾ, പ്രിവെൻഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കണം. റെഗുലർ മെയിൻ്റനൻസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എക്യുപ്മെൻറ്റ്സ്. ETP ആൻഡ് STP മസ്റ്റ് റെഗുലർലി, അതായത് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, അതുപോലെ തന്നെ സ്വീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസൊക്കെ റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, സർവീസൊക്കെ ചെയ്തിരിക്കണം. ക്വാളിറ്റി ആൻഡ് നെഗ്ലക്റ്റഡ് സിസ്റ്റം റിലീസ് അൺട്രീറ്റഡ് വേസ്റ്റ് കോസിങ് മോർ ഹാം. ഇനി നമ്മളത് പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ ആ മെഷീനിൽ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് വരുന്ന വാട്ടറൊക്കെ എന്തായിരിക്കും, പൊല്യൂട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ഇൻവോൾവ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്, NGO ആൻഡ് സിവിക് ബോഡി
റിപ്പോർട്ടിംഗ് പൊല്യൂഷൻ ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വാട്ടർ സോഴ്സസ്. നമ്മൾ എന്ത് ചെയ്യണം, ലോക്കൽ കമ്മ്യൂണിറ്റീസ്, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസൊക്കെ, സിവിക് ബോഡീസൊക്കെ വാട്ടർ പൊല്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പബ്ലിക് പാർട്ടിസിപ്പേഷൻ സ്ട്രെങ്തൻ ദ അക്കൗണ്ടബിലിറ്റി ആൻഡ് ഇൻക്രീസ് ഓഫ് റീച്ച് ഓഫ് എൻവയോൺമെൻറ്റൽ. അപ്പോൾ ഇങ്ങനെ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇതുപോലെയുള്ള പബ്ലിക് പാർട്ടിസിപ്പേഷൻ വേണം. വാട്ടർ പൊല്യൂഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.